എനിക്ക് പല സമയത്തിനും കൂടി വേഗതയാണ്. കാരണം നമ്മൾ 2 മിനിറ്റ് പറയണമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് 3 മിനിറ്റ് ആയിട്ടുണ്ടാവും. എങ്ങനെയാണ് അവ പോണെന്ന് അറിയാത്തത്. അതാണ് ഒന്നാം. സാറേ എന്തമാതിരി വെയിലാ സാറേ, എമ്മാതിരി വെയിലത്തൊക്കെ ഈ സാറന്മാർ പണിയെടുക്കാറുണ്ട്. ഇതിനെ കൊണ്ട് കഴിയില്ല കേട്ടോ. അതാണ് പറയണത്. ഇത് ലാഭമുള്ള പരിപാടിയാണ്. അത് ഒഴിഞ്ഞ റോഡിലേ പറ്റുള്ളൂ. ഹൈവേകളിൽ ഒഴിഞ്ഞ റോഡിൽ നമുക്ക്. അപ്പോൾ നിങ്ങൾ വിവരമില്ലാത്ത ആൾക്കാരെ ഇനി ജയിപ്പിക്കരുത്. വോട്ട് കൊടുത്തിട്ട് അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ. അവരെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വിവരമില്ലാത്ത ഓരോ അവസ്ഥയിലൂടെ നമ്മൾ പോകുന്നു. ഞാനിപ്പുള്ളതേ അരയങ്കോടാണ്. അരയങ്കോട് തെങ്കര റൂട്ടാണ്. അപ്പോൾ നല്ല രസമുള്ള റോഡാട്ടോ. കോൺക്രീറ്റ് കൊണ്ട് ഇതൊക്കെ ഇപ്പം അടുത്ത് വന്നാണ്. ഇപ്പോൾ മതിലുകളെ കൊണ്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. പഴയ ഒരു ഗ്രാമം തന്നെ കേട്ടോ അത് ശരിക്കും. പിന്നെ അമ്പലക്കുളവും, അതായത് ഈ ഇടതുവശത്തും വലതുവശത്തൊക്കെ കാണുന്ന വീടുകളാണ്. മുന്നിൽ നല്ല അടിപൊളിയൊരു കുളമുണ്ട്. പിന്നെ തൊട്ടപ്പുറത്തൊരു അമ്പലമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ആദ്യം വീടുകളിൽ തുളസിത്തറയും അതേപോലെ ഉമ്മർത്ത് മൂച്ചി, അതായത് മാങ്ങ, പ്ലാവ്, ഇതൊക്കെ ഉണ്ടായിരുന്നൊരു സ്ഥലം തന്നെയാണ് അരയങ്കോട് പറഞ്ഞ സ്ഥലം. അങ്ങനെ ഉള്ളിലേക്ക് വേറെ പോകാണ്ട് കേട്ടോ. പക്ഷേ ഇത് ഈ ചൂട് സമയത്താവുകൊണ്ട് ഞാൻ കാണിച്ചു തന്നു കേട്ടോ. ഇവിടെയൊക്കെ ആദ്യം നല്ല പച്ചപ്പായിരുന്നു. അപ്പോൾ ഒക്കെ ഈ കാടും മരങ്ങളൊക്കെ വെട്ടിയിട്ട് ആ പച്ചപ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതവിടെ ഇടതുവശത്ത് കാണാനാണ് അരയങ്കോട് സ്കൂള്. അപ്പോൾ ഇവിടെ തെങ്ങിൻ്റെയൊക്കെ കോലം കണ്ടു കഴിഞ്ഞാൽ വെള്ളം കിട്ടാണ്ടാണ്. അതൊരു മഞ്ഞ കളറ് ബാധിച്ചിട്ടുണ്ട് എല്ലാ തെങ്ങുകൾക്കും. ഇതിപ്പോൾ ചെറുതാവുകൊണ്ട് എന്നാലും വെള്ളം കിട്ടാത്തതുകൊണ്ട് മാത്രം. വെള്ളത്തിനുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ അത് രാവിലെ വൈകുന്നേരം ആവുകൊണ്ടേ മണ്ണിലിപ്പോൾ ഈർപ്പല്ലല്ലോ, ഒക്കെ ചൂടായിട്ട് ആകെ പ്രശ്നത്തിലല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ വേറെ എങ്ങനെയെങ്കിലും പോയാലോ എന്ന് ആലോചിക്കാൻ. ഇവിടെ നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോവാം. കുറച്ച് മാറി ഇരുന്ന് സംസാരിക്കാം, അതാണ് ശരിയാവുള്ളൂ. അപ്പോൾ പോവാല്ലേ. നമ്മളേ എനിക്കിപ്പോൾ ഇടതുവശത്തേക്ക് പോകണമെന്നുണ്ട്. ചില ആൾക്കാരെന്താ ചെയ്യുക അറിയോ, അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി വരുന്ന കണ്ടാലും ചിലപ്പോൾ ഇടയേക്കണത് ഒറ്റ കയറലാവും. ഇതങ്ങനെ. പക്ഷെ ഇപ്പുറത്ത് വണ്ടിയൊന്നും വരുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ ഒരിക്കലും നിങ്ങൾ കയറരുതേ. അത് ആ സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളുടെ തെറി നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. സാറേ എന്തമാതിരി വെയിലാ സാറേ, എമ്മാതിരി വെയിലത്തൊക്കെ ഈ സാറന്മാർ പണിയെടുക്കുക പറഞ്ഞാൽ ഇതിനെ കൊണ്ട് കഴിയില്ല കേട്ടോ. അതാണ് ഓരോ ആൾക്കാർക്കുള്ള ഓരോ ജോലി. അത് വെയിലായി ഞാൻ പറയുമ്പോൾ ഇവരൊക്കെ ശരിക്കും കൂലിപ്പണി നിൽക്കുന്ന ആൾക്കാരനെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ വെയിൽ കൊണ്ടിട്ട് നമ്മൾ വണ്ടിയുടെ തണുപ്പെങ്കിലും ഉണ്ടെന്ന് കരുതാം, കണ്ണ് പൊള്ളുകയാണ്. അത്രയും ചൂടാണ് കേട്ടോ ഇവിടെ. അപ്പം അതിൻ്റെ ഇടയിലൊക്കെ ഈ പോലീസ്, ട്രാഫിക്കിൻ്റെ പോലീസുകാർ പിന്നെ ഈ വെയിൽ കൊണ്ട് ഇങ്ങനെയൊക്കെ എടുക്കണം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാലേ അല്ലാത്തൊരു ഒരവസ്ഥ തന്നെയാണത്. എന്തായാലും ഈ വഴി ഒന്നുകൂടി വരണം. അതെ, ഗീറിനൊരു ചെറിയൊരു പ്രശ്നം. അപ്പോൾ അത് മാറ്റാനായിട്ട് വന്നതാണ്. ഇവിടെ നമ്മുടെ കുന്തിപ്പുഴയിലാണ് കേട്ടോ. അപ്പോളേ അത് 5 മിനിറ്റോടെ ശരിയായിരുന്നു. 5 മിനിറ്റ് വേണ്ടി വന്നില്ല, പെട്ടെന്ന് തന്നെ ശരിയാക്കി. അതാണ് നമ്മൾ ഈ പണി അറിയുന്നവനും പണി അറിയാത്തവനും തമ്മിലുള്ള വ്യത്യാസം. എന്താ അറിയോ, ഇതാണ് പണി
അറിഞ്ഞിട്ട് നമ്മളെ വൈകിപ്പിക്കുന്നവരുണ്ട്, അറിയാതെ നമ്മളെ വൈകും എന്ന സമയമുണ്ട്. അപ്പോ എന്താ പറയാമെന്നറിയോ, നമ്മുടെ നാട്ടിലപ്പോ നമ്മുടെ നാട് ഇങ്ങനെ ഓരോ ദിവസം പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കേരളത്തിന്റെ എന്താ പറയാന്, ഗോഡ്സ് ഓൺ കൺട്രി അതിപ്പോ ഭയങ്കര മുന്നിലാണ് ഇപ്പോ ലോകത്ത്. അപ്പോ ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ട്. ബാക്കി ഞാൻ പറഞ്ഞുതരാം കേട്ടോ, എന്താണ് നമ്മുടെ കേരളത്തിൽ നടക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. രണ്ടാളും തെറ്റുകാരാണ്. ഞാൻ ചങ്ങായിൻ്റെ ഇടയ്ക്കൂടെ തിരികും. അങ്ങനെ കുറെ മണ്ണും ചാണകം അറിയാത്ത ഡ്രൈവർമാരുണ്ട് പറയില്ലേ. ഞാൻ ഇവിടെ തന്നെയാണ് ആദ്യം കയറിയത്. അപ്പൊ കയറുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പറയുമ്പോ എന്താ അറിയോ, അത് ശ്രദ്ധിക്കില്ല. അപ്പോ പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാല്, രാവിലെ പിന്നെ ഇന്നലെ ബാങ്ക് കവർന്നത് നമ്മൾ കേട്ടു. ഇപ്പൊ ഒന്ന് രാവിലെ KSRTC ഒരാള് അടിച്ചു മാറ്റി കൊണ്ടുപോവാ. ആക്രി കടക്കാരനും കൂടി വേണ്ടാത്ത സാധനമാണ് ഈ KSRTC വന്നത്. ഞാൻ പറയുമ്പോൾ കേരളത്തില് ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരളത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള വാഹനം നമ്മുടെ KSRTC തന്നെയാവും, ആനവണ്ടി തന്നെയാവും. പക്ഷേ അതിലുള്ള ആൾക്കാരും അതൊക്കെ പഴയ വണ്ടികളാണ് എന്നാണ് ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പഴയ വണ്ടികൾ വെച്ച് ഓടുമ്പോൾ പിന്നെ അതിൻ്റേതായ ഒരു മ്യൂസിക് സിസ്റ്റം പോലും ഇല്ല, പാട്ട്. കാരണം തമിഴ്നാടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പാട്ട് കൊണ്ട് 5 കളിയാവും, പറയണ്ട, പിന്നെ തൊയിലുണ്ടാവില്ല. കാരണം അത് ഒരു ആസ്വദിക്കുന്ന സംഭവം കൂടി തന്നെയാണ് ഈ മ്യൂസിക് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ പിന്നെ ഇപ്പോൾ കേരളത്തിലെ ആൾക്കാർ MVയുടെ ആരൊക്കെ പറയുന്നുണ്ട് പാട്ട് പറ്റില്ല, പ്രൈവറ്റ് ബസ്സിൽ പാട്ട് പറ്റില്ല, അത് ഭയങ്കര പ്രശ്നമാണ്. അത് വടക്കാഞ്ചേരി അപകടം ഉണ്ടാകുമ്പോൾ ഇത് KSRTC തന്നെയാണ് അന്ന് അപകടം ഉണ്ടാക്കിയത്, നമുക്കൊക്കെ അറിയാം. പിന്നെ ഇവരൊക്കെ ആരെയാണ് രക്ഷിക്കുന്നതെന്ന് അറിയാത്തത്. അപ്പോൾ മ്യൂസിക് ഉണ്ടെങ്കിൽ അത് നല്ലൊരു സംഭവം തന്നെയാണത്. കാരണം പാട്ട് നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ മാറ്റിയിട്ട് പോസിറ്റീവാക്കി കൊണ്ടുവരുന്ന പറയാം. മ്യൂസിക്കിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിവരമില്ലാത്ത ആൾക്കാരെ ഇനി ജയിപ്പിക്കരുത് വോട്ട് കൊടുത്തിട്ട്. അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ. അവരെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വിവരമില്ലാത്ത ഓരോ അവസ്ഥയിലൂടെ നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ പുറത്തുള്ളവർക്ക് ഞാൻ അങ്ങനെ വർത്തമാനം പറയുമ്പോൾ ഒന്നുകിൽ പ്രാന്താന്ന് കരുതും, അല്ലെങ്കിൽ ഇപ്പോൾ ഫോണിൽ സംസാരിക്കാമെന്ന് കരുതും. അപ്പോൾ 2 ചിന്തകളാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാട്ടും കൂടി ഉണ്ടെങ്കിൽ എന്താകും അവസ്ഥ അല്ലേ? അപ്പോൾ ഞാൻ ഒരു സ്ഥലം വരെ പോയാലോ എന്ന് ആലോചിക്കുകയാണ്. ഈ ചൂട് ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ചെറിയൊരു മലഞ്ചെരുവിലൂടെ പോയാലോ, എങ്ങനെ ഉണ്ടാവും നോക്കിയാലോ അല്ലേ? ഇവിടെ കണ്ടോ വാഹനങ്ങളുടെ വെളിച്ചം, സൂര്യൻ്റെ വെളിച്ചം കാരണേ വാഹനങ്ങളൊക്കെ വെട്ടിത്തിളങ്ങാണ്. കഴുകാത്ത വണ്ടിയും കൂടി വെട്ടിത്തിളങ്ങണം. അപ്പോൾ ചൂടിൻ്റെ പവറാണത്. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെ അറിയാം? വിയക്കുറിശിയാണ്. വിയക്കുറിശി സെൻറ്ററിൻ്റെ കുറച്ച് ഇപ്പുറത്താണ്. അപ്പോൾ ഇവിടെ ആ സൈഡിലും ഈ സൈഡിലും കരിമ്പിൻ്റെ ജ്യൂസിൻ്റെ ഇതിങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ 1 ലിറ്റർ ഡീസൽ ഉണ്ടെങ്കിൽ ഒരു ദിവസത്തിന് മുകളിൽ പോവും അതിൻ്റെ മൈലേജ്. കാരണം ഇത് വെറുതെ കറങ്ങുകയാണ്, സെക്കൻഡിൽ കയറും ഫസ്റ്റ് ഒന്നും ഇല്ലല്ലോ, ഒറ്റ ഫ്ലോയിൽ ഇങ്ങനെ പോവല്ലേ. പിന്നെ ഫസ്റ്റ് ഭയങ്കര ഇതുണ്ടാവും. അപ്പോൾ പറയണത് ഇത് ലാഭമുള്ള പരിപാടിയാണ്. അത് ഒഴിഞ്ഞ റോഡിലേ പറ്റുള്ളൂ. ഹൈവേകളിൽ ഒഴിഞ്ഞ റോഡിൽ നമുക്ക് ആൾ വരുന്നതും പാർക്കിങ് സ്ഥലം ഒക്കെ പാടുണ്ടെങ്കിൽ മാത്രമാണ് നടക്കുള്ളൂ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നിങ്ങൾ പൈസ ഉണ്ടാക്കണം, എനിക്ക് പൈസ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ മാത്രം
നിങ്ങൾ ഒരിക്കലും ബിസിനസ്സിലേക്ക് ഇറങ്ങരുത്. കച്ചവടം ഞാൻ കൊടുക്കുന്നത്, അതായത് നിങ്ങൾ വിൽക്കുന്നത് സത്യസന്ധമായിട്ട് വിൽക്കുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഏതൊരു പ്രവൃത്തിയിൽ നിന്നും നിങ്ങൾക്കത് മുന്നേറ്റം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ കേരളം പിന്നെ ജാതിയുടെ പേരിൽ വിവേചനം തുടങ്ങി. ചെറിയവന് ചെറിയ കൂലി, ചെറിയവന് ചെറിയ ജോലി, വലിയവന് തലപ്പാവും കിരീടവും ചെങ്കോലും, എന്നാൽ ഒന്നും അറിയില്ല, ഒന്നും ചെയ്യൂല. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ പട്ടും പുടവയും വളയും കൊടുക്കുകയാണ്. ഇതിലിപ്പോൾ എങ്ങനെയാണ് നമ്മൾ ജീവിതം മുന്നോട്ട് പോവുക? അതേപോലെ തന്നെ ഓരോ ആൾക്കാർക്ക് പെൻഷൻ കിട്ടാനിട്ട് നെട്ടോട്ടം ഓടി നടക്കുകയാണ്. ആശാവർക്കർമാരും മറ്റവരൊക്കെ ആയിട്ട് എങ്ങനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരാൾ ജീവിച്ചു പോകാമെന്നറിയാതെ. കാരണം ശരിക്കും പറഞ്ഞാൽ നെട്ടോട്ടം ഓടുന്നിപ്പോൾ സാധാരണക്കാരനെയാണ്. കാരണം പൈസ സാധാരണക്കാരുണ്ടെങ്കിലാണ് കച്ചവടം ഉണ്ടാവുള്ളൂ, സന്തോഷം ഉണ്ടാവുള്ളൂ, സമാധാനം ഉണ്ടാവുള്ളൂ. സാധാരണക്കാരൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലാണ് എല്ലാം ഉണ്ടാവുള്ളൂ. ഈ പെരുന്നാൾ, ഓണം, വിഷു, ക്രിസ്മസ് ഇതൊക്കെ സാധാരണക്കാരുടെ കയ്യിൽ തന്നെ വേണം. പൈസക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻകിട കച്ചവടക്കാർക്ക് മാത്രമാണ് ലാഭമുള്ളൂ. അത് ഇങ്ങോട്ട് തരില്ല. പണ്ട് നമ്മൾ ആ കൊറോണ വന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ പൈസയൊക്കെ ആരാ കൊണ്ടുപോയി? ഒക്കെ ഓൺലൈൻ ആയിട്ട് ആമസോണും ഫ്ലിപ്കാർട്ടും ഇതൊക്കെ പാടില്ല കൊണ്ടുപോയത്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയില്ല. അപ്പോൾ പൈസ ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഇന്നിപ്പോൾ ബാങ്ക് മോഷണത്തിൻ്റെയൊക്കെ കാര്യം നമ്മൾ അറിഞ്ഞില്ലേ? ഇതൊക്കെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നത്തിൽ തന്നെയാണ്. അത് പൈസ ഉള്ളവനറിയില്ല അത് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും. പൈസ ഉള്ളവന് എന്തായാലും ബുദ്ധിമുട്ട് ശരിക്കും പറഞ്ഞാൽ സമാധാനം ഉണ്ടാവില്ല, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഓനക്കൊരു ബുദ്ധിമുട്ടില്ല. ഉറങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല, നടക്കുമ്പോൾ ബുദ്ധിമുട്ടില്ല. കാരണം ഓൻ്റെ അതിൽ പൈസ ഉണ്ട്. പൈസ ഉണ്ടാവുകൊണ്ട് ഒന്നും പേടിക്കണ്ട. പൈസ ഇല്ലാത്തവനൊരു പനി വന്നു കഴിഞ്ഞാൽ, ഒരു മുള്ളു കുത്തി കഴിഞ്ഞാൽ വേണ്ട, എന്തിന് വെറുതെ ഒരു ചെറിയൊരു നീർക്കോലി കടിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നീർക്കോലി ഇല്ല, ആ കാലം പോയി. അപ്പം നീർക്കോലി കടിച്ചു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോകാനും കൂടിയും പൈസ ഇല്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ. വേഗത അല്ല വേറൊന്നുമല്ല ഇതിൽ. നമ്മളിപ്പോൾ ഇത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലാന്ന്. നമ്മൾ പണ്ടൊക്കെ കാണം വിറ്റ് ഓണം ഉണ്ണെന്ന് പറഞ്ഞു. ഇന്ന് കാണം വിറ്റിട്ടല്ല ഓണം ഉണ്ണുന്നത്. വേറെന്തൊക്കെയാ നമ്മൾ ഈ വഴി പോയാ ശരിയാവില്ല. നമ്മളിഞ്ഞ് തിരിഞ്ഞ് പോകേണ്ടി വരും. അപ്പോഴാണ് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ സമയത്തിനും കൂടിയും വേഗതയാണ്. കാരണം നമ്മൾ 2 മിനിറ്റ് പറയണമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് 3 മിനിറ്റ് ആയിട്ടുണ്ടാവും. എങ്ങനെയാണ് അവ പോകണമെന്ന് അറിയാത്തത്. അതാണ് ഒന്നാമത്തെ പ്രശ്നം. അതിപ്പോൾ നമ്മൾ ആരുടെ പറയുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചുരുക്കി പറയണമെന്ന് എഴുതുമ്പോൾ പിന്നെ അങ്ങോട്ട് അങ്ങനെ പറയും. എന്തായാലും ഇവിടുന്ന് പോവാം. വാഹനം ശരിക്കുള്ള റോഡിൽ കൂടെ എല്ലാം വരുന്നത്. അവർ റോങ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇപ്പം എന്താ ഇതിനൊക്കെ പറയുക? ഇങ്ങനെ തന്നെയാണ് ഈ റോഡിൽ വാക്ക് തർക്കം ഉണ്ടായിട്ട് അടിപിടി, കലാശം, വെട്ടിക്കുത്ത്, കൊലപാതകം, വൈരാഗ്യം, ബോംബിടൽ, ഇതൊക്കെ തന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാവുക. അല്ലാതെ